പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഫലത്തിൽ CPM-ന് ഗുണകരമായി ഭവിച്ചു എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില മുൻ SFI-ക്കാരും DYFI-ക്കാരുമൊക്കെയാണ്. അവർ പറയുന്നത് ഗവർണർ ഇപ്പോൾ ഈ SFI-യുമായി നടത്തിയ ഈ പോരിലൂടെ സംഘപരിവാറിനെതിരെ സമരം ചെയ്യുന്നത് തങ്ങളാണ് എന്ന ഒരു വാദം ഉയർത്താൻ CPM-നും പിണറായി വിജയനും കഴിഞ്ഞുവെന്നും അതിലൂടെ നവകേരള സദസ്സിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയൊരളവ് വരെ പിണറായി വിജയന് കഴിഞ്ഞു എന്നുമാണ്. ഈ വിഭാഗക്കാരും പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില മുൻ ഇടതുപക്ഷക്കാരുമൊക്കെ കൂടെ ചേർന്ന് പറയുന്നത് ഗവർണറുടെ ഈ പോരാട്ടം അല്ലെങ്കിൽ ഗവർണറുടെ കാവ്യവൽക്കരണത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന SFI-യുടെയൊക്കെ നേതൃത്വത്തിലുള്ള സമരം ഫലത്തിൽ BJP-ക്കെതിരെ മുന്നിൽ നിന്ന് പടപൊരുതുന്നത് തങ്ങളാണ് എന്ന ഒരു തോന്നൽ സൃഷ്ടിക്കാൻ CPM-നെ സഹായിച്ചുവെന്നും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും മറയിടാൻ വലിയൊരളവ് വരെ കഴിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോൾ അയാളുടെ മുഖത്തൊരു കള്ളച്ചിരി പടർന്നു എന്നുമൊക്കെയുള്ള വാദഗതികൾ ഇപ്പോൾ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. ആ വാദഗതികൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഈ വീഡിയോയിലൂടെ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, SFI നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ അവരുന്നയിക്കുന്ന വാദങ്ങൾ എന്താ? SFI ഉയർത്തുന്ന സമരത്തിൽ അവരുടെ വാദം എന്ന് പറയുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ കുറേ സംഘപരിവാർ അനുകൂലികളെ ഗവർണർ നിയമിച്ചുവെന്നും ആ നിയമിച്ചത് ഗവർണറുടെ സംഘപരിവാർ പക്ഷപാതിത്വത്തിനുള്ള തെളിവാണെന്നും തങ്ങളുടെ സമരം ഗവർണറുടെ ഈ സംഘപരിവാർ അനുകൂല സമീപനത്തിനെതിരാണ് എന്നുമാണല്ലോ SFI-ക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വാദത്തിൽ എന്ത് കഴമ്പാണുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഗവർണർ ഏതാനും ഈ BJP ABVP പക്ഷപാതികളെ അവിടുത്തെ സെനറ്റിലേക്ക് ശുപാർശ ചെയ്തു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ അത് അവിടുത്തെ സെനറ്റിനെയോ അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന സിൻഡിക്കേറ്റിൻ്റെയോ സ്വഭാവത്തെ ഏത് രീതിയിലാണത് സ്വാധീനിക്കുക എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഏതാനും ചില ആളുകളെ നിയമിച്ചു, ശരിയാണോ? അത് ABVP BJP പക്ഷപാതികളാണെന്നുള്ളതും ശരിയാണ്. പക്ഷേ അത് എന്ത് പ്രത്യാഘാതമാണ് അവിടുത്തെ നയരൂപീകരണ സമിതികളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ 26 സിൻഡിക്കേറ്റ് മെമ്പർമാരുണ്ട്. അതിൽ ABVP അല്ലെങ്കിൽ BJP-യോ അനുകൂലിക്കുന്ന ഒരാൾ വന്നു എന്ന് കരുതുക. അതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? എന്ത് സ്വാധീനമാണത് കേരളത്തിലെ സിൻഡിക്കേറ്റിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ അതുണ്ടാക്കാൻ പോകുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊന്നും അല്ല അതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി കേരള സർവകലാശാലയിലും അദ്ദേഹം ചില BJP അനുകൂലികളെ വെച്ചു. അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സ്വാഭാവികമായും അത് ഹൈക്കോടതി സ്റ്റേ ചെയ്ത് തെറ്റായതുകൊണ്ടാണ്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ആ നിലപാടിനെ നമ്മൾ അംഗീകരിക്കുകയും ഗവർണർ കേരള സർവകലാശാലയിൽ BJP അനുകൂലികളെ വെച്ചത് തെറ്റായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഗവർണറെ അനുകൂലിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇനി വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഗവർണർ സർവകലാശാലകളിൽ ഇതിനു മുമ്പ് ഒരുപാട് നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി ഗവർണർ നടത്തിയ ആദ്യത്തെ നിയമനം കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറായിട്ട് മോഹൻ കുന്നുമ്മലിനെ നിയമിക്കുകയായിരുന്നു. മോഹൻ കുന്നുമ്മലിൻ്റെ നിയമനത്തിനെതിരെയൊക്കെ ആദ്യമൊക്കെ ചില വിമർശനങ്ങൾ ഉയർന്നു വന്നെങ്കിൽ ആ വിമർശനങ്ങളെല്ലാം തകർന്നു പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഗവർണർ ചാൻസലർ എന്നുള്ള നിലയിൽ നടത്തിയ നിയമനം എന്താ? അബ്ദുൽ കലാം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സീസ തോമസിനെ വെച്ചു. അതിനെതിരെയൊക്കെ വലിയ സമരങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഹൈക്കോടതി ആ നിയമനം സാധൂകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെയും വിമർശനങ്ങളൊന്നും ഉണ്ടായില്ല. ഫിഷറീസ് സർവകലാശാലയിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച ആളെ തന്നെയാണ് ഗവർണർ വൈസ് ചാൻസലറായി വെച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള കണ്ണൂർ സർവകലാശാലയിൽ ഗോപിനാഥ് രവീന്ദ്രൻ്റെ നിയമനം റദ്ദായി പോയപ്പോൾ
അവിടെ ഗവർണർ നിയമിച്ച ബിജോയ് നന്ദനൻ എന്ന് പറയുന്ന വൈസ് ചാൻസലറെ കുറിച്ച് CPM-കാർക്ക് പോലും ഒരു വിമർശനവുമില്ല. അപ്പോൾ ഗവർണർ നടത്തിയിട്ടുള്ള നിയമനങ്ങളെ ഭൂരിപക്ഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നടത്തിയ കാലിക്കറ്റ് സർവകലാശാലയിലും കേരളത്തിലും നടത്തിയിട്ടുള്ള ചില നിയമനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ നിയമനങ്ങളും വളരെ മാന്യമായിട്ടുള്ള വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നിയമനങ്ങളായിരുന്നു. അപ്പം അതിനകത്തൊന്നും പ്രശ്നമില്ല. യഥാർത്ഥ പ്രശ്നം എന്താ? കാവ്യവൽക്കരണമാണോ? അല്ല. അതാണ് നമ്മൾ കാണേണ്ടത്. യഥാർത്ഥത്തിൽ ഗവർണർ SFI പോര് ഇത്രയും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇടയായതിൻ്റെ സാഹചര്യം എന്താ സുഹൃത്തുക്കളെ? നമ്മളതൊന്ന് പരിശോധിക്കണ്ടേ? അത് ഈ ദൃശ്യമാധ്യമങ്ങളിലിരിക്കുന്ന ഈ പഴയ SFI-ക്കാരും DYFI-ക്കാരും ചില ഇടതുപക്ഷ ബുദ്ധിജീവികളും ഒക്കെ പറയുന്നത് പോലെ ആണോ കാര്യങ്ങൾ? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണ്ടേ? അത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയും? രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്, വളരെ ക്ലിയറാണ്. ഒന്ന്, സർവകലാശാലകളിൽ പതിറ്റാണ്ടുകളായി SFI-ക്കുണ്ടായിരുന്ന അപ്രമാദിത്വമുണ്ട്, ഒരു ഇൻഫാലിബിലിറ്റി, ഒരു ഏകഛത്രാധിപത്യം. അതായത് SFI എന്ത് വിചാരിക്കുന്നോ അതേ സർവകലാശാലകളിൽ നടക്കൂ എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു 1-2 പതിറ്റാണ്ട് കാലമായി നടക്കുന്ന സംഭവ വികാസങ്ങൾ. ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാരൊക്കെ വന്നതിനെ തുടർന്ന് SFI ആണ് സർവകലാശാലകൾ ഭരിക്കുന്നതെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? SFI എന്ത് വിചാരിച്ചാൽ എന്താണ് സർവകലാശാലകളിൽ നടക്കാത്തത്? SFI എന്ത് വിചാരിക്കുന്നോ നടത്താൻ വേണ്ടിയിട്ടുള്ള SFIയുടെ ഉദ്യോഗസ്ഥന്മാരായിട്ട് അധപ്പതിക്കുമല്ലേ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ ചെയ്തിട്ടുള്ളത്? എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. SFI എന്ത് വിചാരിച്ചാലും നടക്കുന്ന കാര്യം. അധ്യാപകരൊക്കെ SFIയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന സാഹചര്യം, SFIക്ക് ആൾമാറാട്ടം നടത്താൻ കഴിയുന്ന സാഹചര്യം, SFIയുടെ വിദ്യാർത്ഥികൾ തോറ്റാൽ അവർ ജയിക്കുന്ന സാഹചര്യം, SFIക്ക് വ്യാജരേഖ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം. ആ നിലയിൽ എന്തുമാത്രം അനുഭവങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി സർവകലാശാലകളിൽ SFIയുടെ ഏകഛത്രാധിപത്യം, അവരുടെ ഏകാധിപത്യം, അവരുടെ അപ്രമാദിത്വം തുടരുന്നൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കില്ല. ആ അപ്രമാദിത്വത്തിന്, ആ ഏകാധിപത്യത്തിന്, ആ ഏകഛത്രാധിപത്യത്തിന് വന്ധ്യവയോധികനായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിർത്തു എന്നുള്ളതല്ലേ ഈ പോരാട്ടത്തിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ അതല്ലേ അതിൻ്റെ നെറ്റ് റിസൾട്ട്? അതുകൊണ്ടല്ലേ പൊതുമണ്ഡലത്തിൽ ഇത്രയും വലിയ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ SFIയുടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഫാലിബിലിറ്റി, യൂണിവേഴ്സിറ്റികളിലെ ഇൻഫാലിബിലിറ്റി ഈ വന്ധ്യവയോധികൻ അവസാനിപ്പിച്ചു. SFI വെറും ഒരു കടലാസ് കോട്ടയാണെന്ന് തെളിയിച്ചു. SFI ഒരു കടലാസ് പുലിയാണെന്ന് തെളിയിച്ചു. SFI ഒരു കീറക്കടലാസാണെന്ന് തെളിയിച്ചു കേരള യൂണിവേഴ്സിറ്റിയിൽ. അതാണ് ഗവർണർക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു ഗവർണർക്കുണ്ടായ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഭരണകൂടം നവംബർ 17 മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നവകേരള സദസ്സ്. ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിഭീകരമായിട്ടുള്ള എതിർപ്പ് ഈ ഭരണകൂടത്തിനെതിരെ അടിയിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നവകേരള സദസ്സിൻ്റെ ഭാഗമായി അവർ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഈ പറഞ്ഞതുപോലെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ധൂർത്ത്, അഴിമതി, അതിലൊക്കെ ഈ പറഞ്ഞതുപോലെ വല്ലാതെ ഈ പറഞ്ഞതുപോലെ എതിർപ്പുണ്ടെങ്കിലും അത് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കിടന്നിരുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് ഈ അനീതിയൊക്കെ എതിർക്കാൻ ഒരാൾ വന്നിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ ആരിഫ് മുഹമ്മദ് ഖാന് കഴിഞ്ഞു. ആ പിണറായിക്കെതിരായിട്ടുള്ള എതിർപ്പ്, നവകേരള സദസ്സിനെതിരായിട്ടുള്ള എതിർപ്പ്, നവകേരള സദസ്സിൻ്റെ ധൂർത്തിനും അവരുടെ ആക്രമണത്തിനും അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും എതിരായിട്ടുള്ള എതിർപ്പ്, അത് സ്വാംശീകരിക്കാൻ, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കഴിഞ്ഞു. ഇത് രണ്ടും കൊണ്ടല്ലേ സുഹൃത്തുക്കളെ ഇത്രയും വലിയ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയത്? അതൊന്നും കാണാതെ ഈ ദൃശ്യമാധ്യമങ്ങളിലിരിക്കുന്ന പഴയ SFIക്കാരും DYFIക്കാരും അവർ അബദ്ധങ്ങൾ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അത് അബദ്ധമാണ്. ഇത് വലിയ അടിയാണ് ഗവൺമെൻറ്റിനുണ്ടായിരിക്കുന്നത്. ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ചെയ്ത ഈ പ്രവർത്തനത്തിലൂടെ ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ ജനപിന്തുണയാണ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അദ്ദേഹം കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണോ അദ്ദേഹത്തെ എതിർക്കേണ്ടത്? ഇങ്ങനെ തെമ്മാടിയെന്നും ചെറ്റയെന്നും കൊള്ളരാത്തവനെന്നും വിളിച്ചുകൊണ്ട് അയാൾ മയക്കുമരുന്ന് അടിമയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണോ അയാൾ എതിർക്കേണ്ടത്? ഒരിക്കലുമല്ല. അതൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നതേ ഇല്ല. പിന്നെ ഇവർ കൊണ്ടിരുന്ന ഈ വാദം എന്താ? എല്ലാവരെയും ജാതിയുടെയും മതത്തിൻ്റെയും ഈ പറഞ്ഞ പോലെ കള്ളിക്കുള്ളിൽ കെട്ടി നിർത്തി എല്ലാവരുടെയും ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന പുതിയ ന്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ സങ്കുചിതമായി തെരഞ്ഞെടുപ്പിലെ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള
ഒരു ആർഗ്യുമെൻ്റാണ് ഈ പറഞ്ഞ ഈ വാദം. ആ വാദത്തിലേക്ക് ദൃശ്യമാധ്യമങ്ങളിലും ചില പത്രമാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ചില മുൻ DYFI SFIക്കാർ അറിഞ്ഞോ അറിയാതെയോ വീഴുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പം എന്താ CPMൻ്റെ വാദം? എന്താ കാവ്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നല്ലേ? അങ്ങനെ കാവ്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന് മുസ്ലിം സമുദായങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അപ്രമാദിത്വമുള്ള മിഠായി തെരുവിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇത്രയും കൂടുതൽ സ്നേഹ ബഹുമാനങ്ങൾ സ്നേഹാദരങ്ങൾ കിട്ടുന്നത്? ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെയല്ലേ ആയിരക്കണക്കിന് ആളുകളുള്ള മിഠായി തെരുവിൽ ഏതാണ്ട് 1 മണിക്കൂർ പിന്നെ ഗവർണർ ചെലവഴിച്ചത്? 99% അവിടെ മുസ്ലിം സമുദായങ്ങളല്ലേ ഉണ്ടായിരുന്നത്. അവരാരെങ്കിലും ഗവർണർക്ക് ഒരു ഗോബാക്ക് വിളി ഉയർത്തിയോ? അദ്ദേഹം SFIയുമായിട്ടുണ്ടായിരുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ നിന്നല്ലേ നേരിട്ട് മിഠായി തെരുവിലേക്ക് ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ വന്നു? അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടായോ? എന്തെങ്കിലും എതിർപ്പ് അവിടുത്തെ മുസ്ലിം സമുദായങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായോ? ഉണ്ടായില്ല. ഒരു എതിർപ്പ് പോലും, ഒരു ഗോബാക്ക് വിളി പോലും അവിടെ ഉയർന്നില്ല. എന്ന് മാത്രമല്ല, ആബാലവൃദ്ധം ജനങ്ങൾ, കുട്ടികൾ മുതൽ വയോവൃദ്ധന്മാർ വരെയുള്ള ജനങ്ങൾ ഈ പിന്നെ ഗവർണറെ സ്നേഹാദരങ്ങളോടുകൂടി സ്വീകരിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാ, ജാതിമത ചിന്തകൾക്ക് അതീതമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പം നടത്തിയിട്ടുള്ള ഈ ശ്രമങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ നിന്നുമുള്ള വലിയ അകമഴിഞ്ഞ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള അത്യഭൂതപൂർവമായിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത്. അത് 2 കാരണങ്ങളാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന്, സർവകലാശാലകളിൽ SFI ഒന്നുമല്ല എന്ന് ഗവർണർ തെളിയിച്ചു. 2, ഈ നവകേരള സദസ്സിൻ്റെയൊക്കെ ഭാഗമായി ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന എതിർപ്പുകളെല്ലാം ധ്രുവീകരിക്കാനും ആ എതിർപ്പിനെതിരെ പോരടിക്കുന്ന ഒരാളാണ് താൻ എന്നുള്ള ഒരു ധാരണ പരത്താനും ഗവർണർക്ക് കഴിഞ്ഞു. എന്നാൽ അതിനെ സങ്കുചിതമായി ജാതിമതങ്ങളുടെ കള്ളികളിലേക്ക് കൊണ്ടുവരാൻ CPM നടത്തുന്ന ശ്രമങ്ങളിൽ ഈ ദൃശ്യമാധ്യമങ്ങളിലുള്ള ചില SFIക്കാരും DYFIക്കാരും എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ചിലരും വീണുപോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗവർണറോട് എതിർക്കാനുള്ള ഘടകങ്ങളുണ്ട്, അത് എതിർക്കുക തന്നെ വേണം, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് ജനാധിപത്യപരമായി വേണം എതിർക്കാൻ. പക്ഷേ ഗവർണർ ഇപ്പം നടത്തിയ ഈ പോരാട്ടം എല്ലാ വിഭാഗം ജനങ്ങളുടെയും മുന്നിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനം 10 മടങ്ങ് വർദ്ധിപ്പിക്കാനാണ് സഹായിച്ചത് എന്നുള്ളത് നമ്മൾ കാണണം. മറിച്ച് അതിനെ ഈ ജാതിമത ചിന്തകളുടെ സങ്കുചിതമായിട്ടുള്ള കള്ളികളിലേക്ക് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് CPMൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത്. അത് കേരളത്തിൽ വിലപ്പോവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ വാദത്തിനൊപ്പം നിൽക്കുന്ന ഈ ദൃശ്യമാധ്യമങ്ങളിലെ ഈ പഴയ ഇടതുപക്ഷക്കാർ അവരവരുടെ വാദം തിരുത്തുകയാണ് നല്ലത് എന്നുള്ള തിരുത്തുകയാണ് നല്ലതെന്നുള്ളതല്ല, തിരുത്തുകയാണ് വേണ്ടത് എന്നുള്ള ഒരു ഉപദേശം വിനയാന്വിതമായി അവരുടെ മുന്നിൽ വെക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്.